ഗ്രാമസഭകൾ നടപ്പിലാക്കുക, തകർന്ന റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക, കർഷകർക്ക് ഉഴവുകൂലി നൽകുക, തകർന്ന കുടിവെള്ള പൈപ്പ് ലൈനുകൾ സമയബന്ധിതമായി റിപ്പയർ ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബിജെപി വിളയൂർ പഞ്ചായത്ത് കമ്മിറ്റി വിളയൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ധർണ നടത്തി. ബിജെപി സംസ്ഥാന സമിതി അംഗം KM ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തിൽ നമ്മുടെ പഞ്ചായത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം എന്ന് പറയുന്നത് ഇവിടെ നിയമനിർമ്മാണമൊന്നും നടക്കുന്നില്ല, ഇവിടെ നയരൂപീകരണവും നടക്കുന്നില്ല. ഇവിടെ നടക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് അർഹതപ്പെട്ടവന് അവന്റെ ആനുകൂല്യങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുക, സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ റോഡായാലും തോടായാലും അതുപോലെയുള്ള സംവിധാനങ്ങൾ കൃത്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യേണ്ട പണി. പക്ഷേ ഇവിടെ ഗ്രാമസഭ പോലും 6 മാസമായി കൂടിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്ത് ഒരു പ്രവർത്തനവും നടക്കുന്നില്ല വളയൂർ പഞ്ചായത്തിൽ എന്നുള്ളതിന് ഇതിനും വലിയ ദൃഷ്ടാന്തം നമുക്ക് പറയാനില്ല. ഇപ്പൊ ഈ തരത്തിലൊരു പഞ്ചായത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ വിവിധങ്ങളായ വിഷയങ്ങളുണ്ട്. അത് റോഡ് ഉൾപ്പെടെ, അതുപോലെ തന്നെ കർഷകരുടെ വിഷയങ്ങൾ ഉൾപ്പെടെ നിരവധിയായ വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളിലൊന്നും കൃത്യമായി അഡ്രസ് ചെയ്യാൻ സാധിക്കാത്ത ഒരു പഞ്ചായത്ത് ഭരണ സമിതിക്ക് ഈ പഞ്ചായത്ത് ഭരണവുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തരത്തിലുള്ള അർഹതയുമില്ല എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയും മോശമായ രീതിയിൽ ഈ ഭരണം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഒരു തരത്തിലും ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഇവിടെ ഒരു കാര്യം അടിവരയിട്ട് പറയാൻ വേണ്ടി സാധിക്കും. ഗ്രാമസഭ പോലും 6 മാസമായി നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് പഞ്ചായത്തിലൊരു ഭരണസമിതി എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഹരിദാസ് വിളയൂർ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് സജീവ്, കൊപ്പം മണ്ഡലം പ്രസിഡന്റ് രാജ്കുമാർ, മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും. ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി.